നമസ്കാരം. ദില്ലിയിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ക്രിസ്തുമസ് ആഘോഷം ഒരു രാഷ്ട്രീയ നാടകമാണെന്ന ആരോപണമാണ് കേരളത്തിലെ പുതിയ വിവാദം. ക്രൈസ്തവരോടുള്ള BJPയുടെ ഇരട്ടത്താപ്പ് എന്ന മൂർച്ചയുള്ള പ്രതികരണമായിരുന്നു ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത യുഹന്നാൻ മാർ മിലിത്യൂസിന്റേത്. പാലക്കാട്ടെ നല്ലേപ്പിള്ളിയിലും തത്തമംഗലത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങളെ സൂചിപ്പിച്ചായിരുന്നു ഈ വിമർശനം. മോദിയുടേത് രാഷ്ട്രീയ നാടകമാണെന്ന് CPIയും ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തി BJP രാഷ്ട്രീയം കളിച്ചെന്ന് കോൺഗ്രസും ആരോപിച്ചു. മിഷണറി പ്രവർത്തകൻ ഗ്രഹാം സ്റ്റീൻസിനെ ചുട്ടിരിച്ചും സ്റ്റാൻസാമിയെ തടവിൽ പീഡിപ്പിച്ചും മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ മൗനം പാലിച്ചും പോയ കാലത്ത് നീതി കിട്ടാതെ ക്രൈസ്തവ സമൂഹം നിൽക്കുമ്പോൾ വിരുന്നൊരുക്കിയും പ്രാർത്ഥനകളിൽ പങ്കെടുത്തും BJP നടത്തുന്ന ക്രിസ്ത്യൻ ഡിപ്ലോമസി വിശ്വാസികളെ സ്വാധീനിക്കുമോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ ശ്രീ നിജേഷ് അരവിന്ദ്, BJPയുടെ അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, കാത്തലിക് ഫോറത്തിലെ ശ്രീ കെന്നഡി കരിമ്പിൻകാലയിൽ, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുള്ളത്. ശ്രീ കെന്നഡി കരിമ്പിൻകാലയിൽ, ഇന്നലെ CBCI ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത ക്രിസ്മസ് ആഘോഷമുണ്ടായിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ ക്രിസ്മസ് കാലത്താണ് ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് BJPയിലെ പ്രമുഖ നേതാക്കൾ അവർക്ക് സ്നേഹത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ടുള്ള യാത്ര നടത്തിയത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാരെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ഒരു പതിവ് BJPക്ക് അടുത്ത കാലത്തായിട്ടുണ്ട്. ഇങ്ങനെ ക്രൈസ്തവരുമായി ഏതെങ്കിലും തരത്തിൽ ഭിന്നിപ്പോ അതല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയോ BJPയെ കുറിച്ചുണ്ടെങ്കിൽ അത് അകറ്റാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമങ്ങൾ എന്ന് തന്നെ പറയാം. അതിനുവേണ്ടി BJPയുടെ ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രിയും സംസ്ഥാന തലത്തിൽ നേതാക്കളുമൊക്കെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവിടെ ഓർത്തഡോക്സ് സഭയിലെ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത പറയുന്നു, ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ഓതിക്കൊണ്ട് കഴുത്തറക്കുക. ഇതാണ് BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അത്രമാത്രം വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത തരത്തിൽ BJPയുടെ പ്രത്യയശാസ്ത്രത്തെ അകറ്റി നിർത്തേണ്ട ഒന്നാണ് എന്നാണോ ഈ പരാമർശത്തിലൂടെ തൃശൂർ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു തരത്തിലും കൈകൊടുക്കേണ്ടതല്ല, BJPയെ മാറ്റി നിർത്തണം എന്നാണോ? ഗോപീഷൻ, ഞാൻ ആദ്യം തന്നെ ഓർത്തഡോക്സ് പിതാവിൻ്റെ ആ ഒരു പരാമർശത്തെ ഖണ്ഡിക്കട്ടെ. കാരണം അത് ഈ സന്ദർഭത്തിൽ തികച്ചും യോജിക്കുന്നതല്ല. ഓതിക്കൊണ്ട് കഴുത്തിറക്കുക എന്ന് പറയുന്നത് ഏത് സമുദായമാണ് ഓതുന്നതെന്നും ഓതിക്കൊണ്ട് കഴുത്തിറക്കുന്നതെന്നും നമുക്കറിയാം. അത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ മൃഗത്തിന് വേദനിക്കരുത് എന്നെല്ലാം കരുതുക. അതുപോലെ തന്നെ ഞാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, നാട്ടിലൊരു പ്രയോഗമുണ്ട്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇരട്ടത്താപ്പ് BJPക്ക് ഉണ്ടെന്ന അർത്ഥത്തിൽ താങ്കൾ അതിനെ എടുത്താൽ മതി, ആ അർത്ഥത്തിൽ എടുത്താൽ മതി. ഞാനതിനെ വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ സന്ദർഭത്തിലൂടെ അത് യോജിക്കുന്നതല്ല. ഇനി നമുക്ക് നമ്മളുടെ റിയൽ വിഷയത്തിലേക്ക് കിടക്കാം. ഏതാണ്ട് 24 മണിക്കൂറിന് കൂടുതലായി ചില മാധ്യമങ്ങളിൽ, വിഷ്വൽ മാധ്യമങ്ങളിൽ VHPയുടെ നേതാക്കളടക്കം വന്ന് ക്രിബ് പൊളിച്ചതിനെയും ക്രിസ്മസ് റാലി തടഞ്ഞതിനെയും അതുപോലെയുള്ള കാര്യങ്ങളിനെയൊക്കെ ന്യായീകരിച്ചിട്ട് ഇന്നലെ സന്ധ്യയോടുകൂടിയെല്ലാം പല ചാനലുകളിലും VHPയോട് ബന്ധപ്പെട്ട നേതാക്കൾ വന്നിരുന്നു. ഞാൻ പങ്കെടുത്ത ഒരു ഡിബേറ്റിലും ഒരു VHPയുടെ സമ്മേളനനായ നേതാവ് വന്ന് അതിനെ ന്യായീകരിക്കുന്നത് ഞാൻ കണ്ടു. അതായത് സാന്താക്ലോസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം മതചിഹ്നങ്ങൾ അണിയുന്ന ഒരു വ്യക്തിയാണ്. സാന്താക്ലോസിൻ്റെ വേഷം അണിഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഈ ഹൈന്ദവർക്ക് വല്ലാതെ നോവും. ആ രീതിയിലുള്ള വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത് കണ്ടു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഒരുപാട് തരം ഫോബിയകളിലൂടെ കടന്നു പോകുന്നൊരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ഒരുപാട് തരത്തിൽ നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ അത് നമ്മൾ കൈകാര്യം ചെയ്തതാണ്. ആ കൂട്ടത്തിലേക്ക് BJP VHP എന്താ പറയുക, അത്തരത്തിലുള്ള ഒരു ഫോബിയയും കൂടി ആഡ് ചെയ്യാനാണോ ഇവർ നോക്കുന്നത്? നാളിതുവരെ കേരളത്തിൽ അത്തരം ഒരു ഫോബിയ ഉണ്ടായിരുന്നു എന്ന് ഒരു ആരോപണമില്ല. നാളിതുവരെ അങ്ങനെ ഒരു ഫോബിയയ്ക്ക് അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല.
വർഷങ്ങൾക്ക് മുമ്പ് അവിടെയും ഇവിടെയും നിലയ്ക്കലോ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും പറയാമെങ്കിലും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫോബിയ നിലനിന്നിരുന്നില്ല. പക്ഷേ ആ ഫോബിയയ്ക്ക് തുടക്കമിടുകയാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിൽ വളരെ നല്ല കാര്യം. അടുത്തത് പള്ളി പൊളിക്കലിലേക്ക് കിടക്കാം. പക്ഷേ മനസ്സിൽ ഒന്ന് ഉദ്ദേശിച്ചുകൊണ്ടേ അത്തരം കാര്യങ്ങളിലേക്ക് പോകാവൂ. കേരളത്തിൽ അല്ലേലെ ഞാനും വീണ്ടും ഒരു എന്താ പറയുന്നത് ഞാൻ ശ്രീ കെന്നഡി കരിമങ്കാല ഞാൻ എൻ്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് ഈ BJP ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താൻ നടത്തുന്ന ശ്രമങ്ങളിൽ അതൊരു ചതിക്കുഴിയാണെന്നോ അതല്ലെങ്കിൽ നമ്മളെ വോട്ടിന് വേണ്ടി ആകർഷിക്കാൻ ശ്രമിക്കുകയാണെന്നോ അവരെ വിശ്വാസത്തിൽ എടുക്കേണ്ട എന്നുമൊക്കെ പറയാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതല്ല ഈ പാലക്കാട്ടെ നടന്ന സംഭവത്തെ വേറെ തന്നെയായി കാണണമെന്നാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ തന്നെയും ഞാൻ സംസാരിച്ചിരുന്നത് ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. അതായത് BJP അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ പച്ച പിടിച്ചിട്ടില്ല. അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാനും അവരുടേതായിട്ടുള്ളൊരു വോട്ട് ഷെയർ ഉണ്ടാക്കാനും എല്ലാ തരത്തിലും ശ്രമിക്കുമ്പോൾ ആ സമയത്ത് ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ മനസ്സിൽ ഈ ഒരു ഉദ്ദേശം ഉറപ്പിച്ചു വെച്ചോണം. BJPയെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക. കേരളത്തിൽ നിന്ന് BJPയെ തുടച്ചു നീക്കാൻ ഉറപ്പിച്ചിട്ട് വേണം ക്രൈസ്തവർക്കെതിരെയുള്ള ഇത്തരം നീക്കങ്ങളിലേക്ക് കടക്കാൻ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, അല്ല, എനിക്ക് തോന്നുന്നത് താങ്കൾ എന്റെ ചോദ്യത്തെ വേറൊരു അർത്ഥത്തിലാണ് താങ്കൾ മനസ്സിലാക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞത് BJP നടത്തുന്നത് ഒരു രാഷ്ട്രീയ ഇടപെടലാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മുനമ്പം വിഷയം എടുക്കാം. മുനമ്പം വിഷയത്തിൽ BJP നേതാക്കൾ അവകാശപ്പെടുന്നത് ഞങ്ങളാണ് മുനമ്പത്തെ പ്രശ്നത്തിൽ ആത്മാർത്ഥമായി ക്രൈസ്തവ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറായി നിൽക്കുന്നത് എന്നതാണ്. ഇപ്പോൾ 2019 നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതാക്കൾ കേരളത്തിലെ ഈ സഭാ മേലധ്യക്ഷന്മാരെ നേരിട്ട് കാണുകയും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല സാഹചര്യങ്ങളിലും ക്രൈസ്തവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ ശരിയാവണ്ണം അതിനോടൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണയും ഇവിടെ ഇതേപോലെ തന്നെ ഗോൾഡാഖാനയിൽ പ്രധാനമന്ത്രി നടത്തിയ ഈ ക്രിസ്മസ് വിരുന്നുകൾ അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുത്ത ചടങ്ങുകൾ, ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം CBCIയുടെ ആസ്ഥാനത്ത് നടത്തിയിരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ, എനിക്കൊന്ന് ജോർജ് കുര്യൻ്റെ വസതിയിലേക്ക് ഏതാണ്ട് ഔദ്യോഗിക സ്വഭാവമുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നിരുന്നു കേന്ദ്രമന്ത്രിയുടെ. അപ്പോൾ ഇതൊക്കെ BJP ക്രൈസ്തവ സമുദായത്തിന് നൽകുന്ന അല്ലെങ്കിൽ അവരുടെ സ്നേഹവലയത്തിലേക്ക് ചേർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണല്ലോ. അതിനെ വിശ്വസിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണോ ശ്രീ കെന്നഡി കരിമീൻകാലയിൽ താങ്കൾക്കുള്ളത്? അതാണ് എൻ്റെ ചോദ്യം. മൈ ക്വസ്റ്റ്യൻ ഈസ് ഡയറക്റ്റ്, സ്പെസിഫിക്. ഗോപികൃഷ്ണൻ, ഞാൻ അതിലേക്ക് വളരെ പർട്ടിക്കുലറായി ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. നരേന്ദ്രമോദി ജോർജ് കുര്യൻ്റെ സഹമന്ത്രിയുടെ അവിടെ ക്രിസ്മസ് ആഘോഷം നടത്തിയത് മാത്രമല്ല, നമ്മൾ കണ്ടതാണ് വത്തിക്കാനിൽ കാർഡിനൽ കൂവക്കാടിൻ്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചിട്ട് ഒരു ഒഫീഷ്യൽ ഡെലിഗേഷനെ തന്നെ ഇന്ത്യ വത്തിക്കാനിലേക്ക് അയക്കുകയുണ്ടായി. നമ്മുടെ എത്രയോ പേർ അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തു. അതൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രിവിലേജാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി അടുക്കാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തുന്നു. എല്ലാ തരത്തിലും അത്തരം കാര്യങ്ങൾ അംഗീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിൽ ഗോപികൃഷ്ണൻ പറഞ്ഞു, മുനമ്പത്തെ വിഷയം പറഞ്ഞു. മുനമ്പത്തെ വിഷയത്തിൽ വ്യക്തമായി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. മുനമ്പത്തെ വിഷയത്തിൽ ഇടത് വലത് മുന്നണിക്കാർ സമരപന്തലിൽ വന്ന് പറഞ്ഞിട്ട് പിന്തുണ കൊടുത്തിട്ട് ആ പന്തലിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്ന സംസാരത്തിൽ വളരെ വ്യക്തതക്കുറവുണ്ട്, അഥവാ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. പക്ഷേ BJPയുടെ നേതാക്കൾ മാത്രമാണ് ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള അഭിപ്രായങ്ങളും വളരെ സ്ഥായിയായ ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അവർ സമരപ്പന്തലിൽ വന്ന് എന്തു പറഞ്ഞോ അത് തന്നെ പുറത്തും പറയുന്നു, അത് തന്നെ നടപടികളായി മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മൾ കാണുന്നുണ്ട് ഇടത് വലത് മുന്നണിയിൽ പ്രത്യേകിച്ച് CPMൻ്റെയും BJPയുടെയും നേതാക്കൾ പ്രത്യേകിച്ച് സമരപ്പന്തലിൽ വന്ന് പറയുന്നതും ക്രൈസ്തവ പുരോഹിതരോട് സംസാരിക്കുന്നതും ക്രൈസ്തവ സമൂഹത്തോട് സംസാരിക്കുന്നതും ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ ശേഷം ഈ വിപത്തിനെ, ഈ വഖഫ് ബോർഡിൻ്റെ ഈ വഖഫ് ആക്ടിനെ മറികടക്കാനുള്ള ഒരു പരിശ്രമത്തിൽ സെൻട്രൽ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിന് തടയിടാനും ക്രൈസ്തവ സമൂഹത്തിന് എതിരായുള്ള നിലപാടും പരസ്യമായി നിയമസഭയിൽ സ്വീകരിക്കുന്നത് കാണാതിരിക്കാനും മാത്രം വിഡ്ഢികളാണോ ക്രൈസ്തവർ? അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് VHPക്കെതിരെ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറയുന്നത്, ഞാൻ ചോദിച്ചത് BJPയുടെ ഈ ക്രൈസ്തവ സമുദായ സൗഹൃദ രാഷ്ട്രീയ നീക്കങ്ങളെ താങ്കൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ ഇല്ലയോ? വിശ്വാസത്തിൽ എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ഇനി ഞാൻ താങ്കളിലേക്ക്, ഓക്കെ, ഇപ്പോൾ താങ്കൾ ആ ചോദ്യത്തിനുള്ള മറുപടിയായി ഞാൻ താങ്കളിലേക്ക് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്,
നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ CBC ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുമൊക്കെ ഒരു രാഷ്ട്രീയ കാപഢ്യമാണെന്നും മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോയിട്ടില്ല, മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഇവിടെ പാലക്കാട്ട് നല്ലേപ്പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ അത് സംഘബന്ധുക്കളാണ് എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രൂക്ഷമായ ഭാഷയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിമർശനമാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്തയും നടത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മറ്റൊരു ചാനലിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഓതിക്കൊണ്ട് കഴുത്തറക്കുക എന്ന് പറയും, അതാണ് BJP യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അവിടെ പ്രധാനമന്ത്രി പുൽക്കൂടിനെ വണങ്ങുമ്പോൾ ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നതെന്നുമാണ്. അപ്പോൾ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളിൽ ഈ ക്രൈസ്തവ സഭയുടെ തന്നെ പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്കില്ല എന്നും നിങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ക്രൈസ്തവ സഭ ഒന്നാകെ തീരുമാനിച്ചിട്ടില്ല എന്നുമല്ലേ BJPക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ? ഗോപികൃഷ്ണൻ BJP രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ചേർന്നുകൊണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് BJP. ഏതെങ്കിലും ആളുകൾക്കുണ്ടാകുന്ന സംശയങ്ങളോ ആശങ്കകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കുണ്ടാകുന്ന തോന്നലുകളോ ഒന്നും ഒരു പാർട്ടി എന്നുള്ള നിലക്ക് മറുപടി അർഹിക്കുന്ന സാഹചര്യം നിലവിലില്ല. ഞാൻ ഉദ്ദേശിച്ചത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കുത്സിത പ്രവർത്തനവും നടത്താം, ഏത് തരത്തിലുള്ള വാർത്തകളും വളച്ചൊടിക്കാം, ഏത് തരത്തിലുള്ള സംഭവങ്ങളെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അനുകൂലമാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. കാരണം അടിയന്തരാവസ്ഥയിൽ പോലും ന്യായീകരിച്ച ആളാണ് CPIയുടെ സംസ്ഥാന നേതാക്കന്മാർ. CPI എന്നുള്ള പാർട്ടിയും അടിയന്തരാവസ്ഥക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികളോട് ഉത്തരം പറയേണ്ട സാഹചര്യം നിലവിലില്ല. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് അങ്ങയുടെ ചോദ്യമെങ്കിൽ, ഏതെങ്കിലും പിതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സംശയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് കൂടിയാണ് BJP പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും, അദ്ദേഹം അടക്കമുള്ള ആളുകളെ, അത് മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പിതാക്കന്മാരെയും ആളുകളെയും നേതാക്കന്മാരെയും എല്ലാ സമൂഹങ്ങളിലെയും, അത് ക്രിസ്ത്യൻ സമൂഹം എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തിൽ എത്രയോ ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളോടൊപ്പം രാഷ്ട്രീയം പങ്കിടുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും ഒരു കാലഘട്ടത്തിലും BJP മാറ്റി നിർത്തിയിട്ടുള്ളതല്ല. BJPയുടെ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇടം നൽകുകയും അവരോടൊപ്പം നിൽക്കുകയും അവരെ ചേർത്ത് നിൽക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഞങ്ങളുടേത്. അതുകൊണ്ടാണല്ലോ എത്രയോ സംസ്ഥാനങ്ങളിൽ എത്രയോ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലെ പല സംസ്ഥാനങ്ങളിലും ഗോവയടക്കമുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ BJP സർക്കാർ പങ്കിടുന്നത്, ഞങ്ങളുടെ ഭരണം പങ്കിടുന്നത് നിരവധിയായിട്ടുള്ള ആ തരത്തിലുള്ള സമൂഹങ്ങളുമായി ചേർന്നുകൊണ്ടാണ്. ഒരു കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായി അധികാരം പങ്കിട്ടത് ആ തരത്തിലുള്ള പാർട്ടികളുമായി ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ അസ്പർശ്യത BJPയെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടില്ല, ഒരു സമൂഹവുമായിട്ടില്ല, ഒരു സമുദായവുമായിട്ടില്ല, ആ തരത്തിലുള്ള ഒരു വിഭാഗവുമായിട്ടുമില്ല. പിന്നെ ഈ തരത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തെ BJPയുടെ രാഷ്ട്രീയവുമായി ചേർത്ത് വെച്ച്, അല്ല ശ്രീ കൃഷ്ണദാസ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടന്ന ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ താങ്കൾക്ക് പാലക്കാട്ടെ നല്ലേപ്പള്ളിയിലെയും തത്തമംഗലത്തെയും ഒക്കെ സംഭവങ്ങളെ ചുരുക്കി കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒരു താങ്കളെപ്പോലെ ഒരു പൊതുപ്രവർത്തകൻ. രണ്ടാമത്തെ കാര്യം, രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും പള്ളികൾ ആക്രമിക്കപ്പെടുക, അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ ക്രൈസ്തവ സമൂഹം അരക്ഷിതരാണെന്ന തോന്നലുണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക, അതുപോലെ ഗ്രഹാം സ്റ്റീൻസിൻ്റെ ഉണ്ടായിട്ടുള്ള ദുരനുഭവം, സ്റ്റാൻ സ്വാമിയുടെ അനുഭവങ്ങൾ, ഇങ്ങനെ തിരുത്തപ്പെടേണ്ടുന്ന, അതല്ലെങ്കിൽ BJPയുടെ പ്രത്യയശാസ്ത്രത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാല ആശയം അതിനകത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടുന്ന നിരവധി സന്ദർഭങ്ങൾ ഇന്ത്യയിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന പരാമർശങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് മറുപടി പറയേണ്ട ബാധ്യത BJPക്കുണ്ട്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കുണ്ട്. ആ നിലയ്ക്കല്ലേ ഈ പ്രശ്നങ്ങൾ കാണേണ്ടത്. മാത്രമല്ല BJP ഈ ക്രൈസ്തവ സമൂഹവുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ പോൾ തേലേക്കാട്ടിനെ പോലെയുള്ള ക്രിസ്ത്യൻ സമുദായ പ്രതിനിധികൾ അവർ പറയുന്നത് BJPയുമായി സന്ധി ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്നതിന് സമമാണ്, ക്രിസ്ത്യാനികൾ ആ അർത്ഥത്തിൽ സുരക്ഷിതരല്ല എന്നൊക്കെ ഒരു പക്ഷം പറയുന്ന ഒരു വിഭാഗവും ഇവിടെയുണ്ട്. അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകളിൽ ഒരാളെ പോലെയല്ലേ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്തയുടെ ഇന്നത്തെ പ്രതികരണം വന്നിരിക്കുന്നത്?
ഗോപികൃഷ്ണൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ മുന്നണികളിലും എല്ലാ സമൂഹങ്ങളിലും എല്ലാ വിഭാഗം ആളുകളിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, നേതാക്കന്മാരുണ്ടാകും, അതോടൊപ്പം തന്നെ സാമുദായിക നേതാക്കന്മാരുണ്ടാകും. അതൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമായി കാണുന്നൊരു പാർട്ടിയാണ് ബി ജെ പി. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലക്ക് ഞങ്ങളോട് ഏതെങ്കിലും തരത്തിൽ വിശ്വാസക്കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമോ ഉള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന. ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയപരമായി ബി ജെ പിയുടെ നിലപാടുകൾക്ക്, ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട്, ബി ജെ പിയുടെ ആശയത്തോട്, ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തോടെല്ലാം ഈ തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നടന്നു എന്ന് അങ്ങ് പറയുന്ന കാലഘട്ടത്തിനൊക്കെ ശേഷവും എത്രയോ ആളുകൾ ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം. അതിനുശേഷമല്ലേ പ്രധാനമന്ത്രി പിതാക്കന്മാരെ കാണുന്നതും നേരത്തെ ശ്രീ കരിമ്പങ്കാല പറഞ്ഞതുപോലെ തന്നെ വത്തിക്കാനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നതൊക്കെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സംവിധാനമല്ലേ. ഇനി അതിനേക്കാൾ അക്കപ്പുറത്ത് കേരളത്തിൽ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ ശക്തികളും ഒരുമിച്ച് എതിർത്തിട്ടും, പ്രത്യേകിച്ച് യു ഡി എഫും എൽ ഡി എഫും അവരുടെ രാഷ്ട്രീയ ശക്തി എല്ലാം എടുത്ത് ബി ജെ പിക്കെതിരെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ആയുധങ്ങളും പയറ്റി ബി ജെ പിക്കെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തി, ബി ജെ പിയെ സാമുദായികമായി മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതെല്ലാം ഉണ്ടായിട്ടും എന്തിനേറെ തൃശ്ശൂർ പൂര വിവാദമടക്കം, ഈ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, തൃശ്ശൂർ പൂര വിവാദമടക്കമുള്ള കാര്യങ്ങളിൽ ബി ജെ പിയുടെ പേരുകൾ വലിച്ചഴച്ചു. നിരവധി വിവാദങ്ങളിൽ ബി ജെ പിയെ പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോഴും തൃശ്ശൂരിലെ ബഹുമാനപ്പെട്ട ജനത, തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള വിഭാഗങ്ങൾ അവരെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടെ ബി ജെ പിയുടെ എം പി ഉണ്ടാകുന്നതിന് മറ്റ് പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് രാഷ്ട്രീയപരമായ വിജയങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോഴും എല്ലാ സമൂഹത്തിൻ്റെയും വിശ്വാസം ആർജിക്കുന്നതിൻ്റെ ഫലമായിട്ടാണല്ലോ ഞങ്ങൾക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. ആ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഇനിയും ഞാൻ വീണ്ടും വിനീതനായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനിയും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ ഒറ്റക്കാണെങ്കിലും സമൂഹമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഏത് വിഭാഗമായിട്ടാണെങ്കിലും അവർക്കുണ്ടാകുന്ന ആശങ്കകൾ പരിഗണിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും, അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി എല്ലാത്തരം ആളുകളെയും കാണുകയും അവരോട് സംവദിക്കുകയും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ശ്രമത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ്. അതുകൊണ്ടൊരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലില്ല. ഈ പ്രചരണങ്ങളെല്ലാം നാളെ പൊളിഞ്ഞു വീഴുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, രാജ്യത്തെ പ്രധാനമന്ത്രി ക്രിസ്തുമസ് തലേന്ന് ഈ കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനത്ത് ഒരു ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്നു. അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു. പ്രധാനപ്പെട്ട സഭാ നേതാക്കൾ അതിൻ്റെ ഭാഗമാകുന്നു. സമാധാനത്തിൻ്റെ സന്ദേശവുമായാണ് ക്രിസ്മസ് എത്തുന്നത്. അപ്പോൾ ഈ ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ആശങ്കയോ അങ്കലാപ്പോ അരക്ഷിതത്വമോ തോന്നുന്നുണ്ടെങ്കിൽ അത് അകറ്റാൻ വേണ്ടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വിരുന്നു സൽക്കാരം നൽകി അവരുമായി ഒരു ആശയ സംവേദനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നു. എന്തിനാണ് കോൺഗ്രസ് ഈ നീക്കങ്ങളെ വിമർശിക്കുന്നത്? എന്തിനാണ് പ്രധാനമന്ത്രി ഇത്തരം സൗഹൃദത്തിൻ്റെ ഹസ്തം നീട്ടുമ്പോൾ അതിനെ നിങ്ങൾ വിയോജിപ്പുമായി നേരിടാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അതിനെ സംശയിക്കുന്നു? നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് 2 തവണ ആവർത്തിച്ചിരുന്നു. ഇപ്പൊ ശ്രീ ഗോപികൃഷ്ണനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ വിരുന്ന് എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും പറയുന്നത്, നിങ്ങൾ വിരുന്നു നടത്തുമ്പോൾ ഈ രാജ്യത്തെ ഓരോ ക്രൈസ്തവനും ആ വിരുന്നിൽ പങ്കാളിത്തം നൽകാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് ശ്രീ ഗോപികൃഷ്ണനും ഞാനും ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ, ക്രിസ്മസിന്റെ തലേ ദിവസം കരോൾ പാർട്ടിയുമായി പോകുമ്പോൾ, ഈ രാജ്യത്തുള്ള ഒരു സംസ്ഥാനത്തിലെ 400-ലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ പൊളിച്ച് അടുക്കി കഴിഞ്ഞു. അവർക്ക് കരോൾ നടത്താൻ ആളില്ല. അവർ ദുരിതാശ്വാസ ക്യാമ്പിലാണ് താമസിക്കുന്നത്. 100,000-ഓളം ആളുകൾ ഇന്നും ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന ഒരു ഇടമുണ്ട് എങ്കിൽ അത് ഇന്ത്യ രാജ്യത്തെ മണിപ്പൂരാണ്. 400-ലധികം ക്രൈസ്തവ ചർച്ചുകൾ തകർത്തെറിഞ്ഞ ഒരു സ്ഥലമുണ്ട് എങ്കിൽ, സംസ്ഥാനമുണ്ട് എങ്കിൽ, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിരുന്നു കൊടുക്കുന്ന അതേ ഇന്ത്യയിലെ മണിപ്പൂർ എന്ന സംസ്ഥാനത്തിലാണ്. അവിടെ മാമോദീസയില്ല, അവിടെ ആദ്യ കുർബാനയില്ല, അവിടെ ഞായറാഴ്ച കുർബാനയില്ല, ഒന്നും ഇല്ല. ഒരു ചെറു വിരൽ ആ രാജ്യത്തേക്ക്, ആ സംസ്ഥാനത്തേക്ക് ഒന്ന് അനക്കാൻ, അവിടേക്ക് കടന്നു പോകാൻ, ആ പ്രശ്നത്തിൽ ഇടപെടാൻ, അതിന് കാരണക്കാരായ മുഖ്യമന്ത്രിയെ ഒന്ന് മാറ്റാൻ, അവിടെ മുറവിളി ഉണ്ടായിട്ടും, ഘടകകക്ഷിയിൽ നിന്ന് പോലും മുറവിളി ഉണ്ടായിട്ടും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ 1.5 വർഷം, മെയ് മാസം 3 നിന്ന് 2024 ഡിസംബർ 24-ലേക്ക്
1.5 മാസം കാലം കഴിഞ്ഞിട്ടും ഒന്നവിടേക്ക് പോകാൻ മെനക്കെടാത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുന്ന ആളുകളും ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് എതിരാണ്, ഈ രാജ്യത്തിന്റെ സാധാരണക്കാരനെ സംരക്ഷിക്കേണ്ട രാഷ്ട്രീയത്തിനെതിരാണ്, ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് എതിരാണ്. മനസ്സിനകത്ത് ഒരുപാട് വിദ്വേഷമുള്ള ആളുകൾക്ക് മറ്റു ചില സമുദായങ്ങളെ കാണുമ്പോൾ ആ വിദ്വേഷം ഛർദ്ദിക്കേണ്ട സാഹചര്യം വരും. അത് ആര് ഛർദ്ദിച്ചാലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിലെ ഓരോ പൗരനും സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാൻ കഴിയുന്ന, അവൻ ഏത് ജാതിയിൽപ്പെട്ട ആളാകട്ടെ, മതത്തിൽപ്പെട്ട ആളാകട്ടെ, അവന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. നിർഭാഗ്യവശാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് അതിന് സാധിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തെ പലരും പ്രയാസത്തിലാണ് നിൽക്കുന്നത്. അത് ഒറ്റപ്പെട്ട ആളുകളായിരിക്കാം, ജയിലിൽ കഴിയുന്ന ആളുകളായിരിക്കാം. ഈ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയ എന്നല്ല, ജയിലിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്, ജയിലിൽ നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ജയിലിൽ നിൽക്കുന്ന മതപ്രവർത്തകരുണ്ട്. അത് ഏത് മതമാണ് എങ്കിലും ശരി, അത് ഏതെങ്കിലും ഒരു മതത്തിനെ പിടിച്ചുകൊണ്ട് മറ്റേതെങ്കിലും മതത്തെ സംരക്ഷിച്ചുകൊണ്ടും പോകുന്ന ഒരിടമായി ഈ രാജ്യം മാറാൻ പാടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തെ അവസാനത്തെ പൗരനും നീതി കിട്ടുന്നത് വരെ ഈ ഭരണകൂടത്തെ വിശ്വസിക്കാൻ സാധ്യമല്ല. ഒരു ക്രിസ്മസ് കേക്ക് മുറിച്ചത് കൊണ്ടോ, ഒരു ആഘോഷം നടത്തിയത് കൊണ്ടോ, ഏതെങ്കിലും രാജ്യത്ത് സന്ദർശനം നടത്തിയത് കൊണ്ടോ, ഏതെങ്കിലും ഒരു മതസമ്മേളനത്തിൽ പ്രതിനിധികളെ അയച്ചത് കൊണ്ടോ ഈ രാജ്യത്ത് പ്രയാസം അനുഭവിക്കുന്ന ജനതയ്ക്ക് പരിഹാരമാകില്ല. അതിനെ അഡ്രസ് ചെയ്യാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ എന്ന് സാധിക്കുമോ അന്ന് മാത്രമേ ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ളൂ. ഇന്ന് ഞങ്ങൾ അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് പ്രതിനിധികളെ ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചില്ല, അതിനകത്ത് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന വിമർശനം മാത്രമാണോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിലുള്ള നിങ്ങളുടെ വിയോജിപ്പുകൾ കൊണ്ടാണോ നിങ്ങൾ ഈ നിലയിൽ ഇതിനെ കാണുന്നത്? അതല്ല, പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി ആശയവിനിമയം നടത്തി വിരുന്നൊരുക്കി കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടാനുള്ള ധാർമ്മികമായ അവകാശമില്ല എന്നാണോ? ധാർമ്മികമായ അവകാശമില്ല. ഈ പ്രസ്ഥാനം ഇപ്പോ VHP എന്ന് ശ്രീ കരിമ്പിൻ കാല എടുത്തു പറയുമ്പോൾ, മിസ്റ്റർ കരിമ്പിൻ കാല, ഇത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് ഒളവണ്ണയിൽ കന്യാസ്ത്രീകളെ അടിച്ചോടിച്ച അതേ സംഘപരിവാർ തന്നെയാണ് ഇന്നലെ തത്തമംഗലത്തും പാലക്കാട്ടും നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് ഒരു വിദ്യാലയത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളെയും തകർത്ത് എറിഞ്ഞിട്ടുള്ളത്. അന്നും ഇന്നും എന്നും ആ പ്രസ്ഥാനത്തിന് യാതൊരു മാറ്റവുമില്ല. ആ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര ഞാനൊരു ചെറിയ ഇടവേള എടുക്കണം, എനിക്ക് ഇടവേള എടുക്കേണ്ട അത്യാവശ്യമായിട്ട് ഞാൻ അതിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകൻ കാരശ്ശേരി മാഷ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്കായിരിക്കും ഇടവേള കഴിഞ്ഞ് തിരികെ എത്തും. എൻകൗണ്ടർ പ്രൈം തുടരുന്നു. ശ്രീ എം എൻ കാരശ്ശേരി കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. കാരശ്ശേരി മാഷ്, ഈ CBCA ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ക്രിസ്മസ് ആഘോഷം ക്രൈസ്തവ വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു നീക്കം കൊണ്ട് ക്രൈസ്തവർക്ക് ഏതെങ്കിലും തരത്തിലൊരു അരക്ഷിത്വ ബോധമുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുമോ? ആ നീക്കങ്ങളെ സംശയത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിൽ നടന്ന സംഭവങ്ങൾ കേരളത്തിന് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇത്രയും സഹിഷ്ണുതയില്ലാത്തൊരു കൂട്ടരാണ് മലയാളികൾ എന്ന് കേരളത്തിന് പുറത്ത് കേരളത്തിനകത്തും അറിയുന്നത് നമുക്കൊക്കെ ലജ്ജാകരമാണ്. ഇവിടെ ഓണമാണെങ്കിലും വിഷുവാണെങ്കിലും പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ എല്ലാ അയൽക്കാർ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രമായിട്ടൊരു പ്രദേശമല്ലല്ലോ ഇവിടെ, നമ്മളെല്ലാവരും കൂടി ആടുന്ന, ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. അത് രാഷ്ട്രീയത്തിനൊക്കെ മുമ്പേ അങ്ങനെയാണ്, ജനാധിപത്യത്തിനൊക്കെ മുമ്പേ അങ്ങനെയാണ്. അപ്പം ഈ കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് 1-2 സ്ഥലത്ത് ഇങ്ങനെ അക്രമങ്ങൾ നടന്നു എന്നുള്ളത് വലിയ നാണക്കേടാണ്. അപ്പം അതിലൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, അത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ പെട്ടെന്ന് തോന്നിയ ഒരു സംഗതി അല്ല. അതിൻ്റെ പിറകിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ അന്യമാണ്, വിദേശത്ത് നിന്ന് വന്നതാണ്. ഇപ്പോൾ ഹിന്ദു രാഷ്ട്രവാദത്തിൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കളായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 1 ഇസ്ലാം, 2 ക്രിസ്തുമതം, 3 കമ്മ്യൂണിസം എന്നാണ്. എന്താ കാര്യം? എല്ലാം പുറമേന്ന് വന്നാന്ന്. ഇപ്പം ജനാധിപത്യം പുറമേന്ന് വന്നാലേന്ന് വെച്ചാൽ ജനാധിപത്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു സിദ്ധാന്തം കൊണ്ടുവരും. അപ്പോൾ ഇപ്പം നമ്മൾ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ചത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. ഇപ്പോൾ അദ്ദേഹം ക്രിസ്മസ് ആഘോഷിക്കുന്നു, ആളുകളെ ക്ഷണിക്കുന്നു, കേക്ക് മുറിക്കുന്നു, നല്ല സന്ദേശം കൊടുക്കുന്നു. തീർച്ചയായിട്ടും ക്രിസ്തു എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചത്. അത് അപൂർവമായിട്ടുള്ളൊരു വിളിയാണ്. ദൈവം പിതാവാണ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൃഷ്ടിജാലങ്ങളും തുല്യരാണ്, സഹോദരന്മാരാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ തരത്തിലുള്ള ചില പ്രകടനങ്ങളിലോ ചില പ്രസംഗങ്ങളിലോ മാത്രം ഇത് കാണിച്ചാൽ പോരാ എന്ന്. ഇപ്പോൾ മണിപ്പൂരിൻ്റെ ഉദാഹരണം ഒരു വേവുന്ന ഉദാഹരണമാണ്. നമുക്കത് മറക്കാറായിട്ടില്ല, പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇന്ന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സംസ്ഥാനം സന്ദർശിക്കുകയോ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറയുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇതുപോലെ നമ്മുടെ ജനാധിപത്യത്തെ അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ വാസ്തവത്തിൽ അപകടത്തിലാണ് എന്ന ആകാംക്ഷ ഇന്ത്യക്കകത്തും പുറത്തും വളർത്തുന്ന ഒന്നാണ്. ഇതൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സമയത്ത് ആലോചിക്കുന്നത്, എനിക്ക് ഓർമ്മ വരുന്നത് 130 കൊല്ലം മുമ്പ് വിവേകാനന്ദൻ നടത്തിയൊരു പ്രസംഗമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1893 സെപ്റ്റംബർ 11 സെപ്റ്റംബർ 11 ലോക വ്യാപാര കേന്ദ്രം തകർന്ന ദിവസത്തിൻ്റെ തീയതി നമ്മൾ ഓർത്തു വെച്ചത്. അങ്ങനെ അല്ലാത്തൊരു തീയതിയുണ്ട്. ആ തീയതിക്കാണ് ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ച് സ്വാമി വിവേകാനന്ദൻ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്ക്, ലോകത്തെ സഹിഷ്ണുത പഠിപ്പിച്ച രാഷ്ട്രത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്, അതിലെനിക്ക് അഭിമാനമുണ്ട് എന്നാണ്. എല്ലാ മതങ്ങളുടെയും മാതാവിൻ്റെ പ്രതിനിധിയാണ് ഞാൻ, എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നാണ്. എല്ലാ മതങ്ങളും സത്യമാണ് എന്ന് വിശ്വസിക്കുകയും മതത്തിൻ്റെ പേരിൽ ഏത് രാജ്യത്ത് നിന്ന് ആരൊക്കെ പീഡിപ്പിക്കപ്പെട്ടോ അവർക്കൊക്കെ അഭയം അരുളുകയും ചെയ്ത ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ, എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞാണ് സ്വാമി ആ പ്രസംഗത്തിൽ ഇന്ത്യയെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ എല്ലാ മതങ്ങളും സത്യമാണ് എന്ന് വിചാരിക്കുകയും ലോകത്തെ സഹിഷ്ണുത പഠിപ്പിക്കുകയും എല്ലാം ശരിയാണ് എന്ന് വിചാരിക്കുകയും എല്ലാവർക്കും അഭയം കൊടുക്കുകയും ചെയ്ത ഒരു സംസ്കാരമാണ് ഹിന്ദുവിൻ്റേത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സത്യമായിരുന്നു. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞു. യഹൂദന്മാർക്ക് അഭയം കിട്ടാതെ വന്നപ്പോൾ ഇന്ത്യയിൽ അവർക്ക് അഭയം കിട്ടി. പേർഷ്യയിൽ നിന്ന് സൊറാസ്ട്രിയന്മാർ, പാർസി മതക്കാർ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്ക് ഇന്ത്യ അഭയം കൊടുത്തു. അദ്ദേഹം 2 ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സഹിഷ്ണുതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകടന പത്രികയായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ്റെ ആ പ്രസംഗം ഞാൻ കാണുന്നത്, എല്ലാവരും കാണുന്നത്. കാണേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ആ തരത്തിൽ ഹിന്ദുമതത്തിൻ്റെ പേരിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അതിൻ്റെ പേരിലാണ് അഭിമാനം കൊള്ളുന്നതെങ്കിൽ, അതിൻ്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സഹിഷ്ണുത എന്നത് അതിൻ്റെ മുഖം ആയിട്ട് അവതരിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല കാണുന്നത് എന്നുള്ളത്, പ്രസംഗം ഒരു വഴിക്കും പ്രവൃത്തി വേറെ വഴിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അല്ല, ഈ ചർച്ചയിൽ കാരശ്ശേരി മാഷ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJPയുടെ പ്രതിനിധി ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത് താങ്കൾ കേട്ടില്ല. ഇപ്പൊ കേരളത്തിൽ ഈ പാലക്കാടുണ്ടായ മാഷെ പാലക്കാടുണ്ടായ സംഭവം അതിന് ഒറ്റപ്പെട്ട സംഭവമാണ്. അതുകൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമുദായത്തോടുള്ള സമീപനത്തെ കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയൊന്നും അതിന്റെ വെളിച്ചത്തിൽ വിമർശിക്കേണ്ടതില്ല. ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ടാൽ മതി എന്നാണ് മാഷെ പറഞ്ഞത്. അത് ആ അഭിപ്രായ പ്രകടനത്തെ മാഷ് എങ്ങനെ കാണുന്നു? അപ്പൊ ഈ തിരിച്ചറിവ് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് BJPക്കാണ്. കാരണം അവരാണ് ഇന്ത്യ ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടുത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷിയാണ് അവർ. അപ്പോൾ അവർക്കാണ് ഉത്തരവാദിത്തമുള്ളത്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷങ്ങളെ, ഒരുപാട് ന്യൂനപക്ഷങ്ങൾ വേറെയുണ്ട്, ഭാഷാ ന്യൂനപക്ഷം, അങ്ങനെ പല വംശീയ ന്യൂനപക്ഷമൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ അരക്ഷിതരാണ് എന്ന് ഒരു ധാരണ ഇന്ത്യക്കകത്തും പുറത്തുമുണ്ട്. അത് നമ്മുടെ ജനാധിപത്യത്തിന് നാണക്കേടാണ്. മാത്രമല്ല, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ മുസ്ലിം പള്ളികളും മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളുമൊക്കെ ഏത് അളവിലാണ് ഭീഷണി നേരിടുന്നത്. 1991 നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കെയാണ് ഈ തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്.
അപ്പോൾ അങ്ങനെ മതത്തിൻ്റെ പേരിൽ, ആചാരത്തിൻ്റെ പേരിൽ, അനുഷ്ഠാനത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ നമുക്ക് ഈ തരത്തിൽ അക്രമങ്ങൾ കാണിക്കാൻ കഴിയും. അവരുടെ എന്തൊരു കാരശ്ശേരി മാഷ്, ഞാൻ നേരത്തെ ചോദിച്ച ഭാഗം മാഷ് കേട്ടില്ല, കാരണം മാഷിന്റെ ടെലിഫോൺ ലൈൻ കട്ടായി പോയത് കൊണ്ടാണ്. മാഷ്, ഞാൻ ചോദിച്ചത് ഈ ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു നീക്കം നടത്തുന്നു, അദ്ദേഹം ഈ ക്രൈസ്തവ വിഭാഗങ്ങളുമായി അദ്ദേഹം ഒരു സംഭാഷണത്തിന് ഒരുങ്ങുന്നു. അപ്പോൾ ഇവിടെ ശ്രീ കൃഷ്ണദാസ്, BJPയുടെ പ്രതിനിധി, പറഞ്ഞത് ഈ പാലക്കാട്ടെ 2 സംഭവങ്ങൾ ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണ്. അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമുദായത്തെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നടത്തുന്ന, അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളുമായി തട്ടിച്ചു നോക്കേണ്ടതല്ല, അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിലല്ല ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്തരം ഇടപെടലുകളിലെ ആത്മാർത്ഥത അളക്കേണ്ടതെന്നാണ്. അപ്പോൾ ഈ ക്രൈസ്തവ, ഇപ്പം നമുക്കറിയാലോ മാഷേ, കേരളത്തിലെ ജനസംഖ്യയുടെ 18% വരുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഇവർ ഒരു കാലത്ത്, മാഷിന് നന്നായി അറിയാമല്ലോ, കോൺഗ്രസിൻ്റെ വളരെ വിശ്വസനീയമായ ഒരു വോട്ട് ബാങ്ക് ആയിരുന്നു ഈ ക്രൈസ്തവരുടെ വോട്ടുകൾ എന്നത്. പിന്നെ പിൽക്കാലത്ത്, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ കാലത്തുമൊക്കെ, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള UPA അധികാരത്തിലിരിക്കുമ്പോഴുമൊക്കെ ഈ ക്രൈസ്തവരുമായി, അല്ലെങ്കിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായൊക്കെ വളരെ ഊഷ്മളമായൊരു ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ക്രമേണ ഈ വോട്ടൊക്കെ വളരെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവരുടെ ഒരു വിശ്വാസം അവരുടെ വോട്ട് ബാങ്കായി കോൺഗ്രസിനൊപ്പം നിന്നിരുന്നെങ്കിൽ അതിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ BJP എന്ന് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞതുപോലെ വിചാരധാരയിൽ കമ്മ്യൂണിസ്റ്റുകളെയും ഇസ്ലാം വിശ്വാസികളെയും ക്രൈസ്തവരെയും ഒക്കെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന വിചാരധാര, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഘട്ടമുണ്ടോ? ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളെ അങ്ങനെ പൂർണ്ണമായും ഒരു സിനിക്കലായി നമ്മൾ കാണേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ ഈ ഒരു തരത്തിലും ഈ ഭരണ നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന ഒരു തീർപ്പിലേക്ക് നമ്മൾ എത്തേണ്ട സമയമായിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, അല്ല, ഒരു വിരുന്ന് കൊടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല സൂചനയാണ്. പക്ഷേ അതൊരു വെറും പ്രകടനം ആണ്, അത് ആത്മാർത്ഥമല്ല എന്നൊരു തോന്നലുണ്ടായാൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും മണിപ്പൂരിൽ പോവുകയാണ്, അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അതിനെപ്പറ്റി അദ്ദേഹം മൗനം ദീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ ആശങ്ക വളർത്തുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാത്തത്? അദ്ദേഹം ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഉക്രൈൻ യുദ്ധത്തെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നു, ഗാസയെപ്പറ്റി സംസാരിക്കുന്നു, മറ്റ് അനവധി കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഒരു സംസ്ഥാനം മുഴുവൻ അനവധി മാസങ്ങളായി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് സന്ദേശം നടത്തേണ്ടത് അവിടെ പോയിട്ടാണെന്നാണ് ഞാൻ പറയാം. എങ്കിലേ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒരു വിരുന്ന് കൊടുക്കുന്നത് ചീത്തയാണ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല, ആരും പറയാനും പാടില്ല. തീർച്ചയായിട്ടും അത്രയെങ്കിലും ഒരു ഇഞ്ച് മുന്നോട്ടാണത്. അത് ആത്മാർത്ഥമായിട്ട് നടത്തണം. പിന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാനോ നിസ്സാരവൽക്കരിക്കാനോ പാടില്ല എന്നാണ് ഞാൻ പറയാം. കാരണം ഇത് മനസ്സിലുണ്ടാക്കുന്ന മുറിവ് ഭയങ്കരമാണ്. പാലക്കാട് ജില്ലയിൽ ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല, ആരും മരിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള അനവധി മരണങ്ങളെ പറ്റിയൊക്കെ ഇവിടെ ഇപ്പോൾ ഒളവണ്ണയിലെ കാര്യം വരെ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ കന്യാസ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാൻ പാതിരിയാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നതുകൊണ്ട് എനിക്ക് സുരക്ഷയില്ല എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഒരു എല്ലാ അർത്ഥത്തിലുള്ള അരക്ഷിതബോധം വളരുന്ന ഒരു ഘട്ടം ആലോചിച്ച് നോക്കൂ. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനത്തിൻ്റെ സന്ദേശമായിട്ടാണ് ഇത് വരുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് അതിൻ്റെ മുദ്രാവചനം. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ തലേന്ന് നമ്മളിങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരിക എന്നുള്ളത് തന്നെ വളരെ വളരെ സങ്കടകരമായൊരു കാര്യമാണ്. കാരണം എന്താണ് ഗോപികൃഷ്ണൻ നമ്മൾ ചെയ്യുന്നത്? ഈ നാട്ടിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ. നമ്മുടെ പട്ടിണിയെപ്പറ്റി, നമ്മുടെ കുട്ടികളുടെ അനിശ്ചിതാവസ്ഥയെപ്പറ്റി, പാർപ്പിടമില്ലാത്തതിനെപ്പറ്റി, സ്ത്രീകൾക്ക് രക്ഷ കിട്ടാത്തതിനെപ്പറ്റി ഒക്കെ സംസാരിക്കേണ്ട. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ദാരിദ്ര്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സ്ത്രീ പുരുഷ സമത്വമില്ലായ്മയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഏത് പള്ളിയുടെ അടിയിലാണ് അമ്പലത്തിൻ്റെ അസ്ഥിവാരമുള്ളത് എന്ന് നോക്കാൻ പോവാണ്. അല്ലെങ്കിൽ ആരാണ് ക്രിസ്മസ് കരോള് നടത്തുന്നത്, ആരാണ് പാട്ട് പാടുന്നത്, ആരാണ് നക്ഷത്ര വിളക്ക് തൂക്കുന്നത്, ആരാണ് കേക്ക് മുറിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര പ്രാകൃതമായ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. എനിക്ക് സത്യത്തിൽ വളരെ ലജ്ജ തോന്നുന്നുണ്ട്. കാരണം
മനുഷ്യർ ആലോചിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യേണ്ട മേഖല ഏതാണ്? എന്തിനെ പറ്റിയാണ് നമ്മൾ ആകാംക്ഷ കൊള്ളുന്നത്? നമ്മുടെ സ്വന്തം സഹോദരനായിട്ട് വേറെ പേരിൽ ദൈവത്തെ വിളിക്കുന്നു എന്ന് വെച്ചിട്ട്, വേറെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എന്ന് വെച്ചിട്ട്, വേറെ വേഷം ധരിക്കുന്നു എന്ന് വെച്ചിട്ട്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചില്ലറ വ്യത്യാസമുണ്ട് എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെയോ മരണത്തിൻ്റെയോ ചടങ്ങുകളിൽ വ്യത്യാസമുണ്ട് എന്ന് വെച്ചിട്ട് അയൽക്കാരനെ സ്നേഹിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ ഇനിയും അവിടേക്ക് എത്തിയിട്ടില്ല. അതാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും മഹത്തായ ഉപദേശം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ മറുപടി നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ്. അപ്പോൾ ക്രിസ്തു എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്നേഹമാണെന്ന് അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും മനസ്സിലാക്കി ആരും പറയുള്ളൂ. അപ്പം ക്രിസ്തുവിൻ്റെ പേരിലുള്ള ഒരു ആഘോഷം, ഒരു സാന്താക്ലോസ് അല്ലെങ്കിൽ ഒരു നക്ഷത്ര വിളക്ക് അല്ലെങ്കിൽ ഒരു കേക്ക്, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ സ്നേഹവും കാരുണ്യവും വർദ്ധിപ്പിക്കുന്നതിന് പകരം ഈ തരത്തിൽ പക വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അരക്ഷിതബോധം തോന്നും. ശരി കാരശ്ശേരി മാഷെ, ഞാൻ ഇനി മാഷിലേക്ക് വരാം. ശ്രീ കരിമ്പിൻകാലയിൽ, ശ്രീ കെന്നഡി കരിമ്പിൻകാലയിൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പഠിപ്പിക്കുന്ന വിചാരധാരയെ പിന്തുടരുന്നവരാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സംഘബന്ധുക്കളും എന്ന ഒരു വാചകം CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ കണ്ടു. മാത്രമല്ല ഈ രാജ്യത്തിന്റെ പലയിടങ്ങളിലും ക്രിസ്ത്യൻ പള്ളികളും കന്യാസ്ത്രീ മഠങ്ങളും ശ്മശാനങ്ങളും ഒക്കെ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് വിശ്വാസത്തിലെടുക്കുന്നത് എങ്ങനെ ക്രൈസ്തവ സമൂഹം ഈ BJPയുടെ പ്രത്യയശാസ്ത്രത്തെ എന്ന ചോദ്യം രാഷ്ട്രീയമായി ഇപ്പോൾ ഇടതുപക്ഷ സംഘടനകളൊക്കെ ഉയർത്തുന്നുണ്ട്. അതിനെ ഒന്നും കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്നാണോ ഈ BJPയെ വിശ്വസിക്കാമെന്ന വാദം ഉയർത്തുന്ന താങ്കൾ പറയുക? ഗോപികൃഷ്ണൻ, ഞാൻ ചോദിച്ചതിൽ രണ്ട് വിധത്തിൽ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എന്നെ മുഴുവനായിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു സമയം എനിക്ക് തരണം. ഞാൻ ഗോപികൃഷ്ണനോടൊരു സംശയം ചോദിക്കുകയാണ്. ഈ വിചാരധാര ഏത് കാലഘട്ടത്തിലാണ്? അത് ആരും എഴുതിയതല്ല എന്നറിയാമല്ലോ. പ്രസംഗങ്ങളുടെയും അത്തരം ചില ആർട്ടിക്കിളുടെയും എല്ലാം ഒരു സമാഹാരമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അതേത് കാലഘട്ടത്തിലാണ് എന്ന് ഗോപികൃഷ്ണൻ അറിയാം എന്ന് ഞാൻ കരുതട്ടെ. ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ അത്തരം നടപടികളുമൊക്കെ നമുക്കറിയാം എന്തായിരുന്നുവെന്ന്. സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ കൊള്ളയടിക്കുക അതൊക്കെ ചരിത്ര യാഥാർത്ഥ്യമല്ലേ. അതിനെയൊക്കെ അവർ മാമൂസ മുങ്ങി, അതുകൊണ്ട് ഞാനും മാമൂസ മുങ്ങി, അതുകൊണ്ട് മാമൂസക്കാരെ എടുത്ത് തോളെ വെക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. തെറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണം. അവർ ഇന്ത്യയെ ഒന്നാന്തരമായി ലൂട്ട് ചെയ്തവർ തന്നെയാണ്. അത്തരം കാഴ്ചകൾ കണ്ടിട്ട് എന്ത് പറയണം? പിന്നെ ഒരു രാജ്യസ്നേഹി ഏത് തരത്തിൽ ക്രിസ്ത്യാനിയെ വിലയിരുത്തണം? കൊള്ളാം, മിടുക്കൻ, രാജ്യസ്നേഹിയാണ് എന്ന് പറയണോ? അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളില്ലേ? ഞാനങ്ങ് BJPയെ പിന്താങ്ങുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട. സ്വതന്ത്രമായിട്ട് ചിന്തിച്ചു നോക്കിയേ. അവരാ എഴുതിയതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളെങ്കിലും ഇല്ലേ? കുറച്ചെങ്കിലും ഉണ്ട്. ഞാൻ കാരശ്ശേരി മാഷിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കേരളം കാണുന്ന ഒരു കേരളീയനായിട്ടും ഒരു മലയാളിയായിട്ടുമാണെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒരു വിശ്വപൗരനായി കാണുന്ന കൂട്ടത്തിലാണ്. കാരണം ഇത്രയും ടോളറൻസോടുകൂടി ഒരു മതവിധേയത്വവും ഇല്ലാതെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം കാരശ്ശേരി മാഷ് പലപ്പോഴും കാണിക്കുമ്പം ഞാൻ അദ്ദേഹത്തെ മനസ്സിലിങ്ങനെ വളരെ ശക്തമായ ആഴത്തിൽ കോറിയിടാറുണ്ട്. പക്ഷേ കാരശ്ശേരി മാഷ് ഇപ്പം പറഞ്ഞതിനകത്ത് എവിടെയോ ഒരു പോരായ്മയുണ്ടോ എന്നെനിക്കൊരു സംശയം. കാരണം അദ്ദേഹം പറഞ്ഞു കേരളത്തിലെങ്ങും ഒരു മതത്തിൻ്റെ ക്രോഡീകരണമില്ലല്ലോ. അങ്ങനെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ഒരു മതത്തിൻ്റെതാണോ? വിശ്വപൗരനായി ഞാൻ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന അത്രയും മഹത്തായ ഒരു വ്യക്തിയിൽ നിന്ന് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചൊരു സംസ്ഥാനം വേണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടത് മറക്കാൻ എങ്ങനെ കാരശ്ശേരി മാഷിന് കഴിയുന്നു? ആ യാഥാർത്ഥ്യങ്ങൾ കൺമുന്നിൽ നിൽക്കുന്നു. ആ വർഗങ്ങളുടെ ബാക്കിയാണ് ഈ മുനമ്പത്തടക്കം വന്ന് 10-600 പേരെ വഴിയാധാരമാക്കാൻ പോകുന്നത്. 4 ദിവസം മുമ്പ് എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുനമ്പത്ത് എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ ശ്രീ കരിമ്പിൻകാലയിൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശോധനകൾ, അന്വേഷണങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്കറിയില്ലേ ആ കാര്യത്തിൽ? അത് വഖഫ് ഭൂമിയാണോ? അങ്ങനെ വഖഫ് ഭൂമിയാണെങ്കിൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെ ഒരു വർഗീയ
അല്ലെങ്കിൽ ആ തരത്തിൽ അതിനെ മനസ്സിലാക്കിയെടുക്കുകയും അതിനെ മതാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും പരിഗണിക്കുകയും പരിഹരിക്കുകയും എന്ന തരത്തിലാണോ ഇപ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ കാണുന്നത്? അത് ഒരു കൂട്ടം ആളുകളുടെ അവരുടെ ഭൂമിയിന്മേലുള്ള അവകാശം സംബന്ധിച്ച തർക്കം എന്ന നിലയിലേക്ക് അത് മാറുമ്പോൾ അതിന് രാഷ്ട്രീയമായി നിയമത്തിൻ്റെ വഴികളിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. മതേതര കേരളത്തിൽ ആ തരത്തിലല്ലേ നമ്മൾ ആ വിഷയങ്ങളെ സമീപിക്കേണ്ടതും ഇടപെടേണ്ടതും? തെറ്റാണ് ഗോപികൃഷ്ണൻ പറയുന്നത്. കാരണം നാളിതുവരെ വഖഫ് ബോർഡിൻ്റെ ഔദ്യോഗികമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വന്നിരുന്നില്ല. ഇത് വിവരാവകാശ രേഖ പ്രകാരം വഖഫ് ബോർഡിൻ്റെ വ്യക്തമായ രേഖ എൻ്റെ കയ്യിൽ കിട്ടി. ഞാനിത് എറണാകുളത്തെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഞാൻ 4 ദിവസം മുമ്പാണ് പ്രദർശിപ്പിച്ചത്. വഖഫ് ബോർഡ് പറയുന്നു മുനമ്പത്ത് ഭൂമിയില്ല. ഇനി അത് മാത്രവുമല്ല, 47-ൽ ഈ സത്താർ സേട്ടിൻ്റെ കുടുംബാംഗങ്ങൾ തമ്മിൽ നടന്ന ഭാഗ ഉടമ്പടിയിൽ വേറെ അവകാശികളുടെ പേരില്ല. ശരി, അല്ല ഞാൻ എന്തായാലും ഈ അതിലെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു വാദപ്രതിവാദത്തിലേക്ക് ഇല്ല. അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശ്രീ കരിമീൻ കാല. ഞാനും ആ വിഷയം പഠിച്ച ആളാണ്. പക്ഷേ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് താങ്കൾ BJP-യിൽ ക്രൈസ്തവ സമൂഹം വിശ്വാസം അർപ്പിക്കണമെന്നതിന് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പറയാം. അല്ല, ഞാൻ എന്തുകൊണ്ട് വഖഫ് ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ തെളിവുകൾ പുറത്തു വന്നു. വഖഫ് ബോർഡ് തന്നെ പറയുന്നു വഖഫിൻ്റെ അല്ല എന്നെല്ലാം പറഞ്ഞിട്ടും ഈ നാട്ടിലെ മുത്തവല്ലി മൗലവി ഉസ്താദ് ടീംസ് മുഴുവൻ അത് വഖഫാണെന്ന് ആവർത്തിക്കുമ്പോൾ ഇടതുപക്ഷ വലതുപക്ഷ കക്ഷി നേതാക്കൾ മുഴുവൻ കണ്ണാക്കിലൊട്ടിയിരിക്കുക. അതേസമയം ഒരു എന്താ പറയുക, എവിടെയോ ഒരു ക്രിബ് ഒരു സ്വല്പം തകർത്തു, അല്ലെങ്കിൽ സാന്റാക്ലോസിൻ്റെ ജാഥ നയിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞപ്പം എല്ലാം നല്ല ഉത്സാഹത്തോടു കൂടി കോട്ട് അണിഞ്ഞിറങ്ങിയിരിക്കുക. ഇത് കാണുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ വക ആൾക്കാരൊക്കെ ഒരുമാതിരി സ്ഥിരം നാടകവേദിയുടെ അഭിനേതാക്കളാണ്. ഇവരെയാണ് നമ്മൾ തള്ളിക്കളയേണ്ടത്. ഇത്തരം അഭിനേതാക്കളെ തള്ളിക്കളയേണ്ടത്. RSSൻ്റെ മേധാവികളോട് നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഈ സംഭവം ഉണ്ടായ ശേഷം VHPയുടെ നേതാക്കൾ പലരും പല ചാനലുകളിലും വന്ന് ആ പ്രവൃത്തിയെ ന്യായീകരിച്ചു. സംഘപരിവാറിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ VHP നേതാവിനെതിരെ VHP നടപടിയെടുക്കണമായിരുന്നു. RSS തള്ളിപ്പറയണമായിരുന്നു. ഈ സമയം വരെ തള്ളിപ്പറയാത്തത് കൊണ്ട് തന്നെ അവരുടെ സ്നേഹത്തെ നമ്മൾ ശങ്കയോടെ ഇനി വീക്ഷിക്കാൻ അത് ഇടയാക്കില്ലേ? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ക്രൈസ്തവ വിഭാഗവുമായി ബന്ധമുണ്ടാക്കുകയും പൊളിറ്റിക്കലി നിങ്ങൾക്കൊരു ഒരു നേട്ടത്തിലേക്ക് അത്തരത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും ക്രൈസ്തവരുമായി അനുരഞ്ജനത്തിലെത്തിയാൽ അത് നേട്ടത്തിലേക്ക് പോകുമെന്ന് തൃശ്ശൂർ തെളിവായി കൺമുന്നിൽ നിൽക്കെ നിങ്ങൾ ഇത്തരം വിഡ്ഢിത്തരം കാണിക്കുന്നത് നിങ്ങൾക്ക് നന്നാകുമോ? നോർത്ത് ഇന്ത്യയിലെ അടവുകൾ കേരളത്തിൽ കൊണ്ടുവരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ വിശ്വാസത്തിലെടുക്കാൻ ചില ശങ്കകൾ നമ്മൾക്ക് വരുന്നുണ്ട്. എന്നാൽ തന്നെയും ഇടതുപക്ഷ വലതുപക്ഷക്കാരെക്കാളും ഒരു സംശയമില്ലാതെ പറയാം, വിശ്വസിക്കാം. കാരണം മുനമ്പത്തെ സമരപന്തലിൽ വന്ന് പറഞ്ഞതും പുറത്തു പറഞ്ഞതും പ്രവർത്തിക്കുന്നതും RSSഉം BJPയും അവരുടെ നേതാക്കളും ഒന്ന് തന്നെ. CPMന്റെയും കോൺഗ്രസിന്റെയും ആൾക്കാർ പറഞ്ഞതല്ല പ്രവർത്തിക്കുന്നത്. ശരി ശരി ശ്രീ കൃഷ്ണദാസ്, താങ്കൾ നേരത്തെ പറഞ്ഞു പാലക്കാട്ടെ സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു എവിടെയെങ്കിലും അങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായി എന്നതിന്റെ പേരിൽ BJPയുടെ പ്രത്യയശാസ്ത്രത്തെയോ അല്ലെങ്കിൽ BJP നടത്തുന്ന നീക്കങ്ങളെയോ സംശയിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിന് മറുപടി പറയേണ്ട സാഹചര്യം പോലും ഇല്ല എന്നാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന UCFന്റെ ഒരു കണക്കനുസരിച്ച് 2 വർഷം മുൻപിൽ വന്നത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ 599 അതിക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത് ഫ്രണ്ട് ലൈൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പള്ളികൾ ആക്രമിക്കപ്പെടുകയും ശ്മശാനങ്ങൾ ആക്രമിക്കപ്പെടുകയും സന്യാസി മഠങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങളെക്കുറിച്ച്, പിന്നെ വിചാരധാരയിലെ പരാമർശങ്ങൾ, അതായത് ആഭ്യന്തര ശത്രുക്കളായി ക്രിസ്ത്യാനികളെ കാണുന്ന പ്രത്യയശാസ്ത്രം, ഇങ്ങനെ തുടങ്ങിയുള്ള വിമർശനങ്ങൾ BJPയെ വിടാതെ പിടികൂടുന്നുണ്ട്. അതിനൊടുവിലാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി മരണം സംഭവിക്കുമ്പോൾ മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള വിമർശനങ്ങളും. അവിടെ ഒരു ക്രിസ്മസ് സന്ദേശം കൊടുത്തതുകൊണ്ടോ വിരുന്നൊരുക്കിയത് കൊണ്ടോ കേക്ക് മുറിച്ചത് കൊണ്ടോ പ്രശ്നം പരിഹരിക്കപ്പെടുകയോ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലല്ലോ എന്നുമുള്ള വിമർശനങ്ങൾ. ശ്രീ ഗോപികൃഷ്ണൻ, നമ്മുടെ പൊതുമണ്ഡലത്തിൽ സ്വാഭാവികമായും താൽക്കാലികമായും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ഥിരമായി നിൽക്കുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്. അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളുമുണ്ട്. സ്ഥിരമായി നിൽക്കുന്ന കാഴ്ചപ്പാടുകളുമുണ്ട്, താൽക്കാലികമായി ഉണ്ടാകുന്ന ചില സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാടുകളുമുണ്ട്. ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് പറഞ്ഞ പലതും ഒരു കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന പല വിഷയങ്ങളും അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങളും അതിനെ തുടർന്നുകൊണ്ട് അത് തന്നെ ആവർത്തിക്കുക എന്ന് പറയുന്നതുമാണ്.
കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഏതാണ്ട് സമാനമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. എക്കാലത്തും ഏതെങ്കിലും ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് ബി ജെ പിക്കെതിരെ പ്രചരണം നടത്താനുള്ള ഒരു ആയുധം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കിതിനെ ഒരു വിശാലമായ കാഴ്ചപ്പാടിലൊന്ന് കണ്ടാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള ഭരണകൂടം ഏതാണ്? ഗോപികൃഷ്ണൻ അറിയാമല്ലോ. ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളാണ്. എത്രയോ കാലഘട്ടങ്ങളിൽ, ഈ നൂറ്റാണ്ടിലല്ല കേട്ടോ മാഷ്, ഈ നൂറ്റാണ്ടിലെ ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ റഷ്യ എങ്ങനെയായിരുന്നു ക്രിസ്ത്യാനിറ്റിയോട് പ്രതികരിച്ചത്, അവരുടെ ഭരണകൂടങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ലോക ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും എന്താണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി? തീവ്രവാദത്തിനെതിരായി നിരന്തരമായി യുദ്ധം ചെയ്യുന്ന സമൂഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആ വിഭാഗത്തെ, അവരുടെ രാഷ്ട്രങ്ങളെ മുഴുവൻ തന്നെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ഏതാണ് എന്നുള്ളത് ആർക്കറിയാത്തത്? ഞാൻ തെളിച്ചു പറയാത്തതിൻ്റെ കാരണം അതും ഇനി ഒരു വിവാദമാകണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഇനി രാജ്യത്തേക്ക് വന്നാൽ, കേരളത്തിലേക്ക് വന്നാൽ, പാലാ ബിഷപ്പിനെതിരെ, താമരശ്ശേരി ബിഷപ്പിനെതിരെ കേരളത്തിൽ എത്രയോ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഇടതുപക്ഷക്കാർ. ഇനി 1956-57 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ആദ്യത്തെ EMSൻ്റെ മന്ത്രിസഭ എങ്ങനെയാണ് താഴെ പോയത്? കാരശ്ശേരി ഭാഷയെ അങ്ങ് എന്താണ് ചരിത്രം മറന്നു പോകുന്നത്? അങ്ങ് പറയുമ്പോൾ ചരിത്രം കൂടി ഒരു ഭാഗത്തെ ചരിത്രം മാത്രം പറഞ്ഞാൽ പോരല്ലോ. BJP ഒരു ശക്തിയും കേരളത്തിലുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും അവരുടെ ഭരണകൂടവും എങ്ങനെയാണ് ഈ സമൂഹത്തോട് അവരെ നേരിട്ടത്? അങ്കമാലിയിലെ വെടിവെപ്പ് അങ്ങ് മറന്നുപോയോ? അപ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ പൊതുവായി കാണുന്ന സമയത്ത് BJP എടുക്കുന്ന നിലപാടുകൾ, കാരശ്ശേരി മാഷ് അതിനെ മണിപ്പൂരുമായിട്ടാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്. മണിപ്പൂരിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ നിർഭാഗ്യകരമാണ് എന്ന് BJP മാത്രമല്ല, ഗവൺമെൻറ് മാത്രമല്ല, അത് എല്ലാ വിഭാഗങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. അവിടുത്തെ കാരണം എന്താണ് മാഷേ? അതിന് മാഷ് പ്രധാനമായും പറയുന്ന ഉത്തരവാദിത്വം BJP ആണ് എന്നാണ്. BJP ആണ് മണിപ്പൂർ ഭരിക്കുന്നത്. അവിടെ എന്താ നടക്കുന്നത്? രണ്ട് വംശീയ വിഭാഗങ്ങൾ തമ്മിൽ നടക്കുന്ന തർക്കങ്ങളെ രാഷ്ട്രീയപരമായി അതിന് ഒരു തരത്തിലും കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി ഭരിക്കുന്ന കാലഘട്ടത്തിലല്ലേ 3000-ലധികം ആളുകൾ മരിക്കുന്ന സംഘർഷം ഇവിടെ ഉണ്ടായത്? അപ്പോൾ സ്വാഭാവികമായി അതിൽ ഒരാൾ മരിച്ചാലും ഒരാൾക്ക് ജീവഹാനി ഉണ്ടാകുന്നത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ മാനസികമായ സംഘർഷം ഉണ്ടായാൽ പോലും അതിനെ ഒന്നും ന്യായീകരിക്കാനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപടികൾ തെറ്റല്ല എന്ന് പറയാനോ ഞാൻ മുതിരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു വിഭാഗത്തെ കാണുകയും മറ്റൊരു വിഭാഗത്തെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അടവുനയം സ്വീകരിക്കരുത് എന്ന് മാത്രമേ എനിക്ക്. നിജേഷ് അരവിന്ദ്, അങ്ങനെ ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പൊ മുനമ്പം വിഷയം ഏറ്റവും ഒടുവിൽ സംഭവിച്ചത്, അതിലാണെങ്കിൽ പോലും ഇടത് വലത് ശക്തികളെ രാഷ്ട്രീയമായി ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല, തമ്മിൽ ഭേദം BJP ആണ് എന്ന നിലപാടിലേക്കൊക്കെ അവർ എത്തുകയാണോ? ഈ ചർച്ചയിൽ താങ്കളുടെ മറുപടി. ഒന്ന്, മുനമ്പത്തിന്റെ മൊത്ത കച്ചവടം കരിമ്പിൻകാല ഏറ്റെടുക്കണ്ട. ഞങ്ങൾ മുനമ്പത്ത് ഭൂമിക്ക് പ്രയാസം വരുന്ന ആളുകളോടൊപ്പമാണുള്ളത്. ഈ സർക്കാരിന് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. അത് ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണ് എന്ന നിലയിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ട, വക്രീകരിക്കേണ്ട കാര്യമില്ല. ഫറൂഖ് കോളേജിൽ നിന്ന് ഭൂമി വാങ്ങിയ എല്ലാവരുടെയും പ്രശ്നമാണ്. ഞങ്ങളൊരു മനുഷ്യനെ കാണുമ്പോൾ അവന്റെ ജാതിയും മതവും നോക്കിയിട്ടല്ല കാണുന്നത്, അവനെ മനുഷ്യനായിട്ടാണ് കാണുന്നത്. അതാണ് ഞങ്ങളും കരിമ്പിൻകാലയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അദ്ദേഹം പറഞ്ഞു അണ്ണാക്കിൽ എന്തോ ഉടക്കിപ്പോയി. മിസ്റ്റർ കരിമ്പിൻകാല, അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം കൊണ്ടുപോകുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ. നിങ്ങൾക്കൊരു പക്ഷേ ഭരണ നേതൃത്വത്തിനോട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ മൊത്ത കച്ചവടം നിങ്ങൾ ഏറ്റെടുത്തിരിക്കാം. നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് അല്ല, നിങ്ങൾ ഇതിന്റെ ഒരു കമ്മ്യൂണൽ റെപ്രസെന്റേറ്റീവ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ തരത്തിൽ പറഞ്ഞ വാക്കുണ്ടല്ലോ, പറ്റിപ്പോയി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കളവ് പറഞ്ഞ ഒരാളോടൊപ്പവും ഞങ്ങളില്ല. പിന്നെ ഈ നിങ്ങൾ വൈകാരികമായി പറയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, കരിമ്പിൻകാലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. നിങ്ങളിപ്പൊ പറയുന്ന നിങ്ങൾ കളവാണ് മിസ്റ്റർ പറയുന്നത്. ഏത് യൂത്ത് ലീഗ് സമ്മേളനത്തിലാ മലപ്പുറം ആസ്ഥാനമാക്കി സംസ്ഥാനം വേണമെന്ന് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കളവാണ്. നിങ്ങളാണ് കളവ് പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരശ്ശേരി ഭാഷ പറഞ്ഞല്ലോ, നിങ്ങളിവിടെ മുനമ്പത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് 1.5 കൊല്ലമായി ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന, കുർബാനയില്ലാത്ത, ആദ്യ കുർബാന നടത്താത്ത, മാമോദീസ മുക്കാത്ത മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ പറ്റി നിങ്ങൾക്ക് എന്തുകൊണ്ട് വേദനയില്ല?
അവിടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ബിരൺ സിംഗ്, അവരെ സംരക്ഷിക്കുന്ന നരേന്ദ്രമോദി, അവരോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതിഷേധമില്ല? ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. BJP-കാരൻ പറഞ്ഞതുപോലെ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല. സർക്കാരിന്റെ കരിമ്പിൻ കാലയുടെയും എന്റെയും നികുതി പണം എടുത്ത് ഉപയോഗിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ സേനയുടെ AK-47 തോക്ക് വരെ എടുത്ത് ഉപയോഗിച്ചിട്ടാണ് അവിടെയുള്ള ക്രൈസ്തവ വിശ്വാസികളെ അവരുടെ പള്ളി തകർത്ത് എറിഞ്ഞത് 1.5 കൊല്ലമായി. എന്താണ് മിസ്റ്റർ കരിമ്പിൻ കാലയുടെ നിലപാട്? നിങ്ങൾ ചായ കുടിക്കുമ്പോൾ, നിങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം നിജേഷ്, ഞാൻ ഇടപെടുകയാണ്, സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് വിശദമായ വിഷയം ഒരുപക്ഷെ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. ക്രിസ്മസ് തലേന്ന് പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത് സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ക്രൈസ്തവ സമൂഹത്തെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ രാഷ്ട്രീയമായി അത് പ്രയോജനപ്പെടുത്താൻ BJP-ക്ക് കഴിയുമെന്ന ചോദ്യം ഇനിയും അവശേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ക്രൈസ്തവ സഭകൾ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ പോകുന്നത്? ഇപ്പോൾ തന്നെ അതിൽ നിന്ന് ഭിന്നാഭിപ്രായങ്ങൾ അവരിൽ നിന്ന് ഉയർന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ ശബ്ദങ്ങളാണ് നമ്മൾ കേട്ടത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്യും. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ക്രിസ്മസ് തലേന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. സമാധാനത്തോടുകൂടി എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ഇടമായി നമ്മുടെ നാട് മാറട്ടെ എന്ന പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാവുകയാണ്.